ചെങ്ങന്മാരെന്ത് പോണത് ബസ് ബ്രേക്കാണ്. അവർക്കുള്ള സാധനങ്ങൾ ഈത്തപ്പഴൊക്കെ റെഡി ആയി തുടങ്ങി. സുലൈമാക്ക് സാധനം കയറ്റുകയാണ്. നമ്മളെ ടൗൺ ഏരിയയിലൊക്കെ നോർമലി ചൂടാണെങ്കിൽ എന്നാലും ചൂടുണ്ട്. പക്ഷേ മരുഭൂമിന്റെ ഏരിയയിലൊക്കെ പുറത്തും ഇവിടെ ചൂടാണ് ചെങ്ങന്മാർ. ഇതാണ് മക്കളെ ഓരോ ഘട്ടം. ഈത്തപ്പഴത്തിന്റെ ഇത് പച്ച, ഇതിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ റബ്സാപ്പ്. അത് നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് താകട്ടാ. എന്താണ് സ്പെഷ്യൽ? എന്താ നാട്ടിൽ നിന്ന് അലുവുണ്ട്. അലുവ ഏതാണ്? ോ മാഷാ, അടിപൊളി അലുവ, കോഴിക്കോട് അലുവ. അതോ അത് ചിക്കൻ. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു കേട്ട ചെങ്ങന്മാരെ നമ്മൾ നേരെ വിടുന്ന നമ്മളെ ഭവാദിമാളിന് അങ്ങോട്ട് ആട്ടോ. അവിടെ തന്നെ കാറകിന്റെ ഒരു പുതിയ ഇത് കണ്ടപ്പോൾ അവിടെ കയറി നോക്കിയിട്ട് ചെങ്ങന്മാരെ അങ്ങോട്ട് പറഞ്ഞ അടിപൊളി പുതിയ ഷോപ്പ് ആയതുകൊണ്ട് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അവർ നമ്പർ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുക. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നമ്മൾ വിട്ട് എടുക്കുന്ന നേരം നമ്മൾ കോയത്തീറ്റ് എടുക്കാറുണ്ട്. അവിടെ നമ്മൾ ഭായിമാരോട് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വിട്ട് അവിടെ സൂക്കിലേക്ക് സുലൈമാക്ക ഉണ്ടെന്നാ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുലൈമാക്കാനും കൂട്ടി അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നേരെ വിട്ട് അൽമാസ് ഹോട്ടലിൻ്റെ പൊന്നാര ഹബീബി എന്താ ഇപ്പോൾ അവിടുത്തെ കഥ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സലാട്ടാണ് കൊടുന്ന് വെച്ച്. പിന്നെ അത് പൊട്ടും നമ്മളത് ചിക്കൻ കുറുമയും നമുക്ക് പിന്നെ ബീഫും പൊറോട്ട അത് വിട്ടുള്ള കളിയുണ്ട്. അതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തൊള്ളക്കണ്ട് ഇത് ഇങ്ങോട്ട് പറയുമ്പോൾ തന്നെ നമ്മളെ തൊള്ളയിൽ കൊട്ടക്കണക്കിന് വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ തിന്നേണ്ട അവസ്ഥ എന്താ ആലോചിച്ച് നോക്കി. കുറച്ചിങ്ങനെ ബീഫ് ഇങ്ങനെ ചുരുട്ടും മടക്കിയിട്ട് തൊള്ളക്കണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പുന്നരായി കഴിഞ്ഞ ഒരു പുട്ടണ്ട് ഓർഡർ ചെയ്തതിനു ശേഷം ബീഫും പുട്ടും. എൻ്റെ മോനെ വേറെ ലെവല് സാധനത്തൊക്കെ പോരാളിയെ വേറെ എന്തിനാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കയറ്റി അങ്ങോട്ട് വയറ് നിറച്ചാണ് തിന്നതിന് ശേഷം നേരെ വീട്ടിൽ കാണും വിട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.